എല്ലാ പ്രിയപ്പെട്ടവർക്കും PSC റാങ്കറിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന, അതായത് ഏതാണ്ട് 2-3 വർഷത്തോളമായി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു ഒരു LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പരീക്ഷ തിരുവനന്തപുരം ജില്ലയിൽ ഈ ശനിയാഴ്ച, അതായത് ജൂലൈ 27-ാം തീയതി തന്നെ തുടങ്ങുകയാണല്ലോ. ബാക്കിയുള്ള പരീക്ഷകൾ ബാക്കിയുള്ള ജില്ലകളിലേക്ക് ഉടനെ തന്നെ തുടങ്ങുന്നതുമാണ്. അപ്പോൾ ഈ പരീക്ഷ നിങ്ങളുടെ എല്ലാവരും ഒരു സ്വപ്നമാണ്. ഇതിലെങ്ങനെയായാലും നേടിയെടുക്കാൻ ശ്രമിക്കണം. കാരണം ഇനിയൊരു പരീക്ഷ വരുന്നത് അടുത്ത 2-3 കൊല്ലം കഴിയണമല്ലോ. വീണ്ടും അതിൻ്റെ പ്രോസസ്സ് കഴിയുമ്പോൾ ഏകദേശം 5 കൊല്ലത്തോളം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ നിങ്ങൾ എങ്ങനെയായാലും നേടിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കണം. അതായത് തലേദിവസം രാത്രി നല്ലപോലെ ഉറങ്ങുക. ടെൻഷൻ അടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊന്നും തന്നെ പഠിച്ചത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ മറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടെൻഷനില്ലാതെ പഠിക്കാൻ നോക്കുക. പിന്നെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നെഗറ്റീവ് മാർക്ക്. ആ നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഒരു നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് റാങ്ക് 150-200 റാങ്ക് പിന്നാക്കം പോകും. അത് പലർക്കും അനുഭവമുള്ളതാണ്. ഈ LDC LGS പരീക്ഷകളുടെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്നതും എല്ലാ ജോലികളുടെ ഒരു ബേസിക് എന്ന് പറയാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ഇതിൽ നിങ്ങൾ തുടക്കക്കാർക്ക് ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗസറ്റഡ് റാങ്കിൽ വരെ ഇരുന്ന് റിട്ടയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് കൂടാതെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരും ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളുണ്ട്. ആ ഒരു ID കാർഡ്, ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള ID കാർഡൊക്കെ ഇട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു കസേരയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യാൻ അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, തുടക്കത്തിലാണെങ്കിൽ തന്നെയും നമുക്ക് ലോൺ എടുത്തിട്ട് വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുക, വാഹനം മേടിക്കുക, അങ്ങനെയുള്ള പിന്നെ നമ്മളുടെ ഒരു അഭിമാനമാണ് ആ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജോലി യാതൊരു ടെൻഷനും ഇല്ലാണ്ട് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ റാങ്കുകളിൽ തന്നെ വന്നുകൂടാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രമിക്കണം. പിന്നെ ഇനി ഇത് പഠിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടെൻഷൻ ഉണ്ടെങ്കിലാണ് നമ്മളുടെ ഒരുമാതിരി നല്ലോണം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും, ഇല്ല എന്നല്ല പറയണത്. പക്ഷെ എന്നാലും ടെൻഷൻ നമ്മൾ പരമാവധി കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചതെല്ലാം മറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിന് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് മലയാളം, മാത്സ്, ഇതിനൊക്കെ കൃത്യമായൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ആ പോർഷൻസൊക്കെ വശത്താക്കാൻ പറ്റും. പിന്നെ മറ്റേ ഹിസ്റ്ററിയും കറണ്ട് അഫെയർസൊക്കെ ആണെങ്കിൽ ഡേറ്റ് വൈസായിട്ട് നമ്മൾ ഇനിയിപ്പോൾ റിവിഷനാണല്ലോ നടക്കേണ്ടത്. പഠിക്കലൊക്കെ ഏകദേശം എല്ലാവരെയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റിവൈസ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. ബോറടിക്കാതിരിക്കാനായിട്ട് ഓരോ സബ്ജക്റ്റ് ഓരോ മണിക്കൂർ പഠിച്ചിട്ട് പിന്നെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് കിടക്കുക. അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ഇതാവാൻ പറ്റും. പിന്നെ ഹിസ്റ്ററിയും കറണ്ട് അഫെയർസൊക്കെ പഠിക്കുമ്പോൾ അത് ഡേറ്റ് വൈസ് ആയിട്ടുള്ള ഓർമ്മയിൽ നിൽക്കത്തക്ക വിധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് വശത്താക്കാം. പിന്നെ ഉള്ളത് സയൻസ് വിഷയങ്ങളാണ്. സയൻസ് വിഷയങ്ങൾ അതെല്ലാം അതിനും ഒരു പാറ്റേൺ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ഈസി ആയിട്ട് വശത്താക്കാം. പിന്നെ ഇതിനെല്ലാം പുറമെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. മോക്ക് ടെസ്റ്റുകൾ എത്രത്തോണ്ട് ചെയ്യാൻ പറ്റണോ അത്രത്തോണ്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. കാരണം അത് നമുക്ക് ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ പരീക്ഷയ്ക്ക് അവിടെ ഇരുന്നിട്ട് കൃത്യമായ സമയത്ത് നമുക്ക് ആ ടെസ്റ്റുകൾ നമുക്ക് ആ സമയം അനുസരിച്ച് നമുക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ, ഈ പരീക്ഷ എങ്ങനെയെങ്കിലും നേടുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇനി 3 കൊല്ലം 3 പോരാ, ഒരു 4-5 കൊല്ലം ഇനിയും കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പരമാവധി നമ്മളുടെ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഇനിയുള്ള ഈ കുറച്ച് ദിവസങ്ങൾ വളരെയധികം റിവൈസ് ചെയ്ത് അതിൽ തന്നെ മുഴുകി നല്ലപോലെ റിവൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് നേടുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നേറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ വിജയിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാനും ഒരു പൊസിഷനിൽ, അതായത് അത്ര ഉയർന്നതല്ലെങ്കിലും ഒരു തിരക്കില്ലാത്തൊരു ജോലിയിൽ ഇരുന്നത് എനിക്ക് തന്നെ അതുകൊണ്ട് തന്നെ വളരെ അഭിമാനം ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് നിങ്ങളോട് പറയണത്.
അപ്പോൾ നിങ്ങൾ ഇതെല്ലാ ഇതും മറന്ന് ഇതിന് വേണ്ടി ഇനിയുള്ള കുറച്ച് സമയം വളരെയധികം ഉത്സാഹിച്ച് ഇത് നേടുക തന്നെ ചെയ്യുക എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിജയിച്ച് നല്ല രീതിയിൽ വിജയിച്ച് ലിസ്റ്റിൽ ഇടം നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.